തൃശ്ശൂർ വെള്ളാനിക്കര അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ തേൻ പരിശീലന ക്ലാസ്സാണ്. തേൻ ശേഖരണ, തേനീച്ച പരിപാലന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്മൾ തേനെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകൾ, തേൻ ശേഖരിക്കുന്ന വിധം, പിന്നെ തേൻ കൊണ്ടുള്ള ഉപയോഗങ്ങൾ, തേനെങ്ങനെ സംരക്ഷിക്കാം, തേനെങ്ങനെ ശേഖരിച്ച് വയ്ക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. തേനടക്ക് കട്ടി കൂടിയാൽ അവിടെയും ഒരു നല്ല വശമുണ്ട്, ദോഷവശമുണ്ട്. ചെറിയ കുട്ടികൾ പ്രോട്ടീൻ്റെ കുറവുണ്ടെങ്കിൽ ഈ പൂമ്പൊടി കുറച്ച് തേനിൽ ചാലിച്ചിട്ട് നമുക്ക് തേച്ച് കൊടുത്താൽ ആ പ്രോട്ടീൻ്റെ കുറവ് നടത്താൻ ഇതിന് മിഷീനിട്ട് കറക്കുക, അരിച്ച് വേറെ പാത്രം ശേഖരിക്കും. അത് കൈ തൊടാൻ പാടില്ല. അപ്പോൾ അത് ക്രീം പണിയാണ് അതിൻ്റെ കൂടുതൽ ആവശ്യം. ഇതിനുള്ളിൽ 4 അട വയ്ക്കാം. 4 അട വെച്ച് ഇങ്ങനെ കറക്കിയാൽ ഇതിലുള്ള തേൻ തെറിച്ചു പോകും. സാധാരണ ഒരാളെയൊക്കെ വേണ്ട പുഴിയല്ല ചെയ്യാം. ഒരിക്കലും തേനിൽ വിരൽ തൊടാൻ പാടില്ല. പെട്ടിയിൽ നിന്ന് എടുത്ത് കുപ്പിയിലാക്കുന്ന വരയ്ക്കും വിരൽ തൊടാനേ പാടില്ല. അങ്ങനെയാണ് നല്ല തേനുണ്ടാവും. അപ്പോൾ ചിലരൊക്കെ തോന്നും ഇത് പഞ്ചസാരയാണ് അടിക്കിടക്കുന്നത്, ഇത് മായമാണെന്ന് കരുതും. പക്ഷേ മായമല്ല, നല്ല തേൻ കട്ടി ആവണം എന്ന് പറയും. ഇതുപോലെ നമ്മൾ പഞ്ചസാരയിലാക്കി കൊടുക്കുകയാണെങ്കിൽ ആദ്യം കറക്കുന്ന തേനുണ്ടല്ലോ, ആദ്യം എടുക്കുന്ന തേന് ചൂടാക്കി അരിച്ച് മാറ്റി വയ്ക്കുക. അത് അടുത്ത കൊല്ലം കുടിക്കാനായിട്ട് കൊടുക്കുക. ആദ്യം എടുക്കുന്ന തേനിൽ പഞ്ചസാരയുടെ അംശം കാണും. അത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ലാബിൽ ചെക്ക് ചെയ്താൽ അതിൽ സുക്രോസിൻ്റെ അംശം കൂടുതൽ കാണിക്കും. പഞ്ചസാര കൊടുക്കുന്നതിന് ദോഷവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തേൻ കൊടുക്കുമ്പോൾ അവർ അട കെട്ടും. ഈ പഞ്ചസാരയിലായിട്ട് ഭക്ഷണം നിറയെ കിട്ടുമ്പോൾ മഴക്കാലം കാര്യമായി ജോലിയില്ലല്ലോ പുറത്ത്. അപ്പോൾ ഈച്ചകളൊക്കെ ഈ പഞ്ചസാര ലായനി കുറിച്ച് മെഴുക് ഉൽപ്പാദിപ്പിച്ച് അട കെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അടയ്ക്കകത്ത് നമ്മൾ കൊടുക്കുന്ന പഞ്ചസാര ലായനി അടയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം എടുക്കുന്ന തേനിൽ കുറച്ച് പഞ്ചസാര ലായനി വരാം. ഒരു ഉദ്ദേശം ഞാനൊരു അളവ് പറഞ്ഞുതരാം. 100 ഗ്രാം തേനെടുത്ത് കുളിക്കാം. ആ 100 ഗ്രാം തേനിൽ നമുക്ക് എന്തൊക്കെയാണ് കാണുന്നത്? 20 ഗ്രാം വെള്ളം, 100ൽ 20 ഗ്രാം പോയി, 80 ഗ്രാം ഉണ്ട്. 80 ഗ്രാമിൽ 5% 5 ഗ്രാം സുക്രോസ്. സുക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പഞ്ചസാര, അല്ലെങ്കിൽ കരിമ്പ് പഞ്ചസാരയ്ക്കാണ് സുക്രോസ് എന്ന് പറയുന്നത്. കരിമ്പിൽ നിന്നുണ്ടാക്കുന്ന പഞ്ചസാര മധുരം എല്ലാം സുക്രോസാണ്. അപ്പോൾ 5 ഗ്രാം സുക്രോസ് പോയി. പിന്നെ 75ആണുള്ളത്. 75ൽ 5 ഗ്രാം വിറ്റാമിനുകൾ പോയി. പലതരം മിനറൽ വിറ്റാമിനുകൾ, പല ആസിഡുകൾ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ 5 ഗ്രാം പോയി വയ്ക്കാം. പിന്നെ 70, ഈ 70നെ 2 ആക്കി 35. അപ്പോൾ ഈ 35ൽ ഒരു 36 37% ഫ്രക്ടോസും 33% ഗ്ലൂക്കോസും ഉണ്ടാവണം. എപ്പോഴും ഫ്രക്ടോസ് കുറവ് 1% കൂടി വരും, ഗ്ലൂക്കോസ് കുറവായിരിക്കും. ധാന്യങ്ങളിൽ കാണുന്ന ഇതാണ് ഗ്ലൂക്കോസ്. പഴങ്ങളിൽ കാണുന്ന മധുരമാണ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് എപ്പോഴും ഒരു പടി മുന്നേ കൂടുതലുണ്ടാവും എല്ലാ തേനും. ഇതാണ് നമ്മൾ തേനിൽ കാണേണ്ടത്. ഒരു 5% കൂടുതൽ ഏതെങ്കിലും തേനിൽ സുക്രോസ് കാണുവാണെങ്കിൽ അത് മായം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ലാബിൽ പോയി ആദ്യം ചെക്ക് ചെയ്യണം. ഈ തേനിൽ ആദ്യം ഈ കെമിക്കൽ വെച്ചിട്ട് കെമിക്കലുകളുണ്ടാകും. തേൻ്റെ നിറം നോക്കിയാൽ വല്ലാതെ കറുത്ത തേനാണെങ്കിൽ അത് പഴകിയ തേൻ. നമ്മുടെ റബ്ബർ തേൻ 1 കൊല്ലം കഴിഞ്ഞാൽ കറുക്കും. കിട്ടുമ്പോൾ വെളിച്ചെണ്ണ വലിക്കും, ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ കറുത്ത്. അപ്പോൾ മാർക്കറ്റിൽ പോയാൽ വലിയൊരു ഡിമാൻഡ് ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ തേൻ ഒരു ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് അരിച്ചെടുത്ത് നമ്മൾ വലിയ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കും. വലിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് 1-1.5 മാസം ക്യൂറിംഗ് ടൈം കൊടുക്കും. അത് അടച്ച് ഭാഗത്ത് അനാണ്ട് വയ്ക്കും. അപ്പോൾ നമ്മുടെ റബ്ബർ തേനിന് പ്രത്യേകിച്ച് ഈ കറുത്ത നിറത്തിൽ പാട മുകളിൽ കൊണ്ടിക്കിടക്കും. അടുക്കളാവിൽ തന്നെ നമ്മുടെ റബ്ബർ തേനിൽ ചെറുപ്പമില്ല. അവസാനം ഈ റബ്ബറിലെ മരത്തിൽ തേൻ അവസാനം ആകുമ്പോഴാണ് ഈ മരത്തിൻ്റെതായ ഒരു കറ ഈ റബ്ബർ തേനിൽ വരും. അപ്പോൾ തേൻ ചൂടാക്കി 1 മാസം വലിയ പാത്രത്തിലാക്കി വെച്ചാൽ നമ്മൾ ഈ കറ മുകളിൽ കൊണ്ടു വരും. ഇത്രയും കാലത്തിന് മുകളിൽ കറുത്ത നിറത്തിൽ പാട കെട്ടിക്കിടക്കും. അത് എടുത്ത് മാറ്റിയതിന് ശേഷം കുപ്പി നിറച്ച് കടയിൽ കൊടുക്കാം. നമ്മൾ തേൻ എടുത്ത് കൊടുക്കാൻ ചൂടാക്കി കുപ്പിയിൽ നിറച്ച് നമ്മൾ കടയിൽ കൊണ്ട് വെച്ചാൽ 1 മാസമൊക്കെ കടയിൽ ഇരുന്നാൽ ഈ കുപ്പിയുടെ മുകളിൽ ഈ കറുത്ത പാട മുകളിൽ കൊണ്ടു കിടക്കും. കാണുന്നവർക്ക് ഒരു രസം ഉണ്ടാവില്ല, അത് കാണാനുള്ള ടെൻഡൻസി തോന്നില്ല, മായമാണെന്ന്. അതുകൊണ്ട് ഈ റബ്ബർ തേനെ സംബന്ധിച്ച് ചൂടാക്കി 1 മാസം എടുത്തു വെച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ചൂടാക്കി വലിയ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കും. അതിന് ഇതുപോലെ ചില്ല് പാത്രത്തിൽ കുറച്ച് തേനെടുത്ത് ചില്ല് പാത്രത്തിലാക്കി പാത്രം മാറ്റി ഡേറ്റ് ഇട്ട് വയ്ക്കും. ഇത്ര തേൻ ചൂടാക്കി കാരണം ഇത് നോക്കിയാൽ മതി. നമ്മുടെ ഈ കണ്ണ് നിറത്തിലുള്ള തേനും നോക്കണ്ട, ഇത് നോക്കിയാൽ അറിയാം ഇത് ആ പൊന്തി വന്നോ ഇല്ലയോ. അപ്പോൾ ഇതെടുക്കാറായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ടാപ്പ് ഉണ്ടാവും. ആ ടാപ്പിൽ നിന്ന് കുപ്പി നിറയ്ക്കാം. അപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന കറയിൽ താന്ന് വരും. കറ വരുന്ന സമയത്ത് ബാക്കിയുള്ളത് കുറേ കളയും. അങ്ങനെയാണ് നമ്മൾ റബ്ബറിൻ്റെ തേനിന് അങ്ങനെ പ്രത്യേകതയുണ്ട്.
പക്ഷെ പൂന്തേനിന് ആ പ്രത്യേകതയില്ല. പൂന്തേനിന് പൂമ്പൊടിയുടെ അംശമാണുള്ളതാണ്. അത് നമ്മൾ ചൂടാക്കി ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിൽ കുറേ പൂമ്പൊടിയാണ് മുകളിൽ കൊണ്ടിരിക്കുന്നത്. ഒരു പാട പോലെ മഞ്ഞ നിറമായിരിക്കും, അത് പൂമ്പൊടിയാണ്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ. ഇതൊക്കെ നമ്മൾ തേനിൽ കൃഷിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മൾ അടച്ചട എടുക്കാം. ഇപ്പോൾ തേനടയിൽ നമ്മളൊരു അടയെടുത്തെങ്കിൽ 80% അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ജലാംശം കുറവായിരിക്കും. ഇത് അടയ്ക്കാത്ത തേനെടുത്താൽ അതിൽ ജലാംശം മുതലായിരിക്കും, വെള്ളം പോയിരിക്കും. ഒരു സംശയം ചോദിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ജലാംശം കുറയ്ക്കാനായിട്ട് നമ്മൾ ഏതെല്ലാം മാർഗം ഉപയോഗിച്ച് ചൂടാക്കാം? നമ്മൾ സാധാരണ പറഞ്ഞ പോലെ വലിയ പാത്രം എടുക്കും. ആ പാത്രം ഏത് പാത്രമാണെങ്കിലും, ഇരുമ്പോ ചെമ്പോ കുത്തറ ഏത് പാത്രമാണെങ്കിലും ആവാം. അതിനകത്ത് ഒരു ഓട്ടയോ 3 ചിരട്ടയോ അല്ലെങ്കിൽ ഒരു ഇഷ്ടികയുടെ കഷ്ണങ്ങൾ ആ വെള്ളത്തിലൂടെ ഇറക്കി വയ്ക്കണം 3. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം തേൻ പാത്രം വയ്ക്കാൻ. ആ തേൻ പാത്രം സ്റ്റീലായിരിക്കണം. ഈ വെള്ളം എടുക്കുന്ന പാത്രം ഏതുവാണെങ്കിലാവാം. അകത്ത് തേനും ഈ തേനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എപ്പോഴും കുത്തിരേടായിരിക്കും, സ്റ്റെയിൻലെസ് ആയിരിക്കണം. നമ്മൾ തേൻ ശേഖരിക്കുന്ന പാത്രങ്ങൾ പോളിപ്രോപ്ലൈൻ അല്ലെങ്കിൽ വാട്ടർ ടാങ്കില്ല, നല്ല വെർജിൻ ടാങ്ക്, അതായത് നല്ല ശുദ്ധമായ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയത്. സാധാരണ വില കുറഞ്ഞ ടാങ്കൊക്കെ ഉരുപ്പെടുത്തിയിട്ട് പോണ പ്ലാസ്റ്റിക്കൊക്കെ അരച്ച് ഉരുക്കിയിട്ടാണ് വില കുറഞ്ഞ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്നത്. അത് തേനും ഭക്ഷ്യയോഗ്യമായതുകൊണ്ട് പോളിപ്രോപ്ലൈൻ അല്ലെങ്കിൽ HDP എന്ന് പറഞ്ഞ വാട്ടർ ടാങ്ക്, വെളുത്ത വാട്ടർ ടാങ്കിൽ പുറമേയുള്ള ഈ വാട്ടർ ടാങ്കിൽ ഉള്ളിൽ വെള്ളമുള്ള പുറത്ത് കറുപ്പുള്ള 2 ടൈപ്പ് വാട്ടർ ടാങ്ക്. ഉള്ളിൽ നല്ല വെള്ള നിറമായിരിക്കും, പുറമെ കറുപ്പായിരിക്കും. അപ്പോൾ ഉള്ളിലുള്ള കോട്ടിങ് മാത്രം ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കും. അങ്ങനെയുള്ള ടാങ്കിലാണ് നമ്മൾ ഈ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് മാത്രമേ തേനും സൂക്ഷിക്കാവൂ. അല്ലെങ്കിൽ സ്റ്റെയിൻലെസ്, ഇത് 2 പാത്രത്തിലെ ഇത് ചില്ല് പാത്രമാണ്, അതിൽ മാത്രമേ തേൻ സൂക്ഷിക്കാവൂ. അല്ലാണ്ട് വില കുറഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള പെറ്റ് ജാറിലൊക്കെ തേൻ കുടിച്ച് കൂടുതൽ കാലം വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അംശം തേനിലുണ്ട്. നമ്മൾ ഈ തേന് ഈ 2 പാത്രത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളതെന്ന് പറയുന്ന കാരണം ഈ തേനിനൊരു അസിഡിറ്റി ഉണ്ട്, പുളിപ്പുണ്ട്. ആ പുളിപ്പ് മറ്റ് ലോഹപാത്രമാണെങ്കിൽ, ഇരുമ്പോ അലുമിനിയം ചെമ്പോ മറ്റു പിത്തള പാത്രമാണെങ്കിൽ ഇതിലുള്ള അസിഡിറ്റി ആ ലോഹത്തിൻ്റെ പ്ലാവ്, ആ ലോഹത്തിൻ്റെ അംശം തേനിൽ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കണം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് പാത്രമായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലിയ പാത്രത്തിൽ വെള്ളം എടുത്ത് തേനും വെള്ളം സമമായിരിക്കണം. ഒരു പാത്രത്തിൽ 50 ലിറ്റർ തേനുണ്ടെങ്കിൽ ഈ പുറമെ പാത്രത്തിൽ അത്രയും വെള്ളം, തേനും വെള്ളം സമമായിട്ടിരിക്കണം. എന്നിട്ട് നല്ല വൃത്തിയുള്ള സ്പൂൺ ഉപയോഗിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കും. തേൻ കട്ടിയുള്ള ഒരു വസ്തു ആയതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ ചൂട് വേണം തേനിൽ കിട്ടാൻ. നമ്മളിപ്പോൾ തേൻ പാത്രം വെള്ളത്തിൽ കിട്ടുന്നില്ല, കല്ല് വെച്ചിട്ടുണ്ട് ഉള്ളിൽ. കല്ലിന് മുകളിലാണ് തേൻ പാത്രം ഇരിക്കുന്നത്. ഇത്ര ഉയരത്തിലാണ് നമ്മൾ തേൻ പാത്രം ഉള്ളത്. അപ്പോൾ ഡയറക്റ്റായിട്ട് തീയുടെ ചൂട് തേനിൽ വരും, വെള്ളത്തിൻ്റെ ചൂടാണ് തേനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ പക്ക് മാത്രം നന്നായി ചൂടാവും, നടുക്കുള്ള തേൻ ചൂടാവില്ല. അതിനാണ് ഇടയ്ക്ക് എല്ലാ ഭാഗത്തും ചൂട് തട്ടുന്നുണ്ട് എന്ന് നമ്മളൊരു ചൂട് എല്ലാ ഭാഗത്തും എത്തിക്കണം. അത് കഴിഞ്ഞ് മീറ്റർ ഇടയ്ക്കൊക്കെ ഒന്ന് 2 മിനിറ്റ് മുക്കി നോക്കിയാൽ ഇത് 65 ഡിഗ്രി കാണിക്കുമ്പോൾ അടുപ്പ് അണച്ചിടാം. അടുപ്പ് അണച്ചിട്ട് ഈ തേൻ പാത്രം പുറത്ത് വയ്ക്കുക. വീണ്ടും തേനുണ്ടെങ്കിൽ വേറെ പാത്രം എടുത്ത് വീണ്ടും വെള്ളത്തിലാക്കി വെച്ച് വീണ്ടും ചൂടാക്കുക. ഈ ചൂടാക്കിയ തേൻ എപ്പോഴും അടച്ചു വെക്കരുത്. അടച്ചു വെച്ചാൽ അതിൽ വേർത്ത വെള്ളം ഇറങ്ങിയിട്ട് തേനിൽ വെള്ളം വരാൻ സാധിക്കും. അപ്പോൾ ഒരു തുണിയിട്ട് മൂടുക, വലയിട്ട് തുണിയോ കൊണ്ട് മൂടാനേ പാടുള്ളൂ. വേർത്ത വെള്ളം വീണ്ടും തേനിൽ വീഴാൻ പാടില്ല. അങ്ങനെ വ്യത്യാസം നോക്കുമ്പോൾ മുകളിൽ ചെറുതായിട്ട് വെളുത്ത നിറത്തിലൊരു പാട പൊലിക്കെടുക്കുന്നതായിട്ട് കാണാം. വല്ലാതെ പുളിച്ച തേനാണ്, വല്ലാതെ പഴകിയ തേനാണെങ്കിൽ അത് ചൂടാക്കുമ്പോൾ ഇത്തരത്തിൽ തേൻ ഒഴിച്ച് ചൂടാക്കിയാൽ പാത്രം നിറഞ്ഞ് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കും, പക വരും. എന്നാൽ സോപ്പുമാർ പറയും വല്ലാതെ പഴകിയ തേനാണെങ്കിൽ അത് ചൂടാക്കുമ്പോൾ കണ്ണന്മാർ കുളിച്ചു. അപ്പം അങ്ങനെ കുളിക്കാനൊന്നും അനുവദിക്കരുത്. തേൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ചൂടാക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ 2-2.5 മാസം നമുക്ക് ചൂടാക്കാൻ സമയം കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും തേനെടുത്ത് വരുമ്പോൾ തേനെടുത്താൽ മാത്രമേ സമയം കിട്ടുള്ളൂ. അങ്ങനെ ഈ ചെത്തി കിട്ടുന്ന മെഴുക് ഒരു സ്ഥലത്ത് നിന്ന് കഴുകിയിട്ട് ഇത് വെയിൽ കൊള്ളാൻ സ്ഥലത്ത് ഇതൊക്കെ സൂക്ഷിച്ച് വരും. നമ്മൾ ഒട്ടുപോലെ റബ്ബറിൻ്റെ ഒട്ടുപോലൊക്കെ ശേഖരിക്കില്ലേ, അതുപോലെ ഈ ചെത്തി കിട്ടുന്ന മെഴുകെല്ലാം ഒരു ഭാഗത്ത് എടുത്ത് മാറ്റി വയ്ക്കും. ഇങ്ങനെ തേൻ സീസൺ കഴിഞ്ഞാൽ അത് ചൂടാക്കി ഈ തേൻ ഒരു സൊസൈറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്തോളും. ഇവിടുന്ന് ലോറി കയറ്റി നേരെ സൊസൈറ്റിയിൽ തേക്ക് കൊടുക്കും. നമ്മളാ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ തേൻ ഉടനെ അരിച്ച് ചൂടാക്കി 1 മാസം കഴിഞ്ഞ് വിപണനത്തിന് കൊടുക്കുക. അതേപോലെ ഇങ്ങനെ ചെത്തി കിട്ടുന്ന മെഴുകുണ്ടല്ലോ, ഈ അടപ്പ് ചെത്തി തുറക്കണം എന്ന് പറയട്ടെ, ഈ അടപ്പ് അടച്ചു വെച്ചിട്ടുണ്ടോ, അത് ഒരു കത്തിയിൽ 2 സൈഡ് മുറിച്ചുള്ള കത്തി, ഡീ ക്യാപ്പിംഗ് നൈഫ് എന്നാണ് പറയുന്നത്. വളരെ കനം കുറഞ്ഞ ഒരു ലോകമായിരിക്കും, ഇങ്ങനെ വളരെ കനം കുറഞ്ഞത്. ഇതുകൊണ്ട് ഒരു കടലാസ് കനം മാത്രം അടപ്പ് ചെത്തിയിട്ട്
ഈ എക്സ്ട്രാക്റ്റിൽ കറക്കാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, പറഞ്ഞതല്ലേ, നല്ലതല്ലേ. ഇതിലാണ് നമ്മൾ ഇത് കറക്കുക. സെൻട്രിഫ്യൂജ് സിസ്റ്റമാണ്. ഇതിനുള്ളിൽ ഒരു 4 അട വയ്ക്കാം. 4 അട വെച്ച് ഇങ്ങനെ കറക്കിയാൽ ഇതിലുള്ള തേൻ തെറിച്ചു പോകും. തെറിച്ച് ഈ പാത്രത്തിലോട്ട് തെറിച്ച് പോകും. ഈ അട ഇങ്ങനെ തന്നെ ഇരിക്കും, മുഴുവനായിട്ട് തന്നെ ഇരിക്കും, കേടാവില്ല. ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. നമുക്ക് സാധാരണ ഒരു അടയൊക്കെ വേണ്ട പുഴിയല്ലേ ചെയ്യാം. അങ്ങനെ ഒരിക്കലും തേനിൽ വിരൽ തൊടാൻ പാടില്ല. പെട്ടിയിൽ നിന്ന് എടുത്ത് കുപ്പിയിലാക്കുന്ന വരയ്ക്കും നമ്മൾ വിരൽ തൊടാനേ പാടില്ല. അങ്ങനെയാണ് നല്ല തേൻ ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു പെട്ടിയിൽ നിന്ന് അടയെടുത്തു, അതിൽ 10 ഈച്ചയുണ്ടെങ്കിൽ കുറഞ്ഞ് മാറ്റി നേരി ബ്രഷുണ്ട്, ഷൂ പോളിഷൊക്കെ ചെയ്യുന്ന പോലത്തെ ബ്രഷുണ്ട്. അതുകൊണ്ട് കുറച്ച് ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ച് മാറ്റുക. തുടച്ച് മാറ്റിയതിന് ശേഷം ഡീക്യാപ്പ് ചെയ്യുക. ഇതിന് മെഷീനിലിട്ട് കറക്കുക, അരിച്ച് വേറെ പാത്രം ശേഖരിക്കുക. അങ്ങനെ കൈ തൊടാൻ പാടില്ല. കൈ തൊട്ടാൽ കൈ കൂടി ഈസ്റ്റൊക്കെ വരും. നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ഇഡ്ഡലിക്ക് ദോശയ്ക്കും അപ്പത്തിനൊക്കെ അരച്ച് വെച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിങ്ങനെ പൊന്തി വരുന്നത് കയ്യിൽ ഈസ്റ്റ് ഉണ്ടാകും. നമ്മുടെ എത്ര വൃത്തിയായി കൈ കഴുകിയാലും കുറച്ച് നമ്മുടെ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈസ്റ്റ് ഉണ്ട്. ഈ കൈ കൊണ്ട് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കൈയിട്ട് ഇറക്കി വയ്ക്കുമ്പോഴാണ് പിറ്റേ ദിവസം പൊന്തി വരുന്നത്. ബേക്കറിയിലൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈസ്റ്റ് ചേർക്കും. അപ്പം ഉണ്ടാക്കുമ്പോൾ വൈൻ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുകയാണ് ചെയ്യും. ഇത് നമ്മൾ വെറും കൈ കൊണ്ടാണ് ഞാൻ വീട്ടിലെ ദോശ ഉണ്ടാക്കുമ്പോൾ അതിന് ഈസ്റ്റ് ഇടാൻ പറ്റില്ല. പക്ഷേ കൈയിട്ട് ഇറക്കി വെച്ചാൽ അത് കുളിച്ച് പോകും. ഇതേപോലെ തന്നെയാണ് തേനിൽ സംഭവിക്കുന്നത്. തേൻ ഒരു പെട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു മെഴുക് കണ്ടെയ്നറിനകത്താണ് ഇരിക്കുന്നത്, മെഴുക് പാത്രത്തിനകത്തായിരിക്കുന്നത്. പുറത്തുള്ള ഒരു മാലിന്യങ്ങളും അതിനെ ബാധിക്കുന്നില്ല. നമ്മൾ പുറത്തെടുത്ത് ഒരു അടയൊക്കെ ചെത്തി അവിടെ നിലത്ത് വെച്ചിട്ട് പോയി ഇതിനകത്ത് അങ്ങനെ നിലത്തൊക്കെ ഇട്ടിട്ട് പോകും. നമ്മുടെ കയ്യിൽ കൂടെ പാത്രത്തിൽ കൂടെ കാറ്റത്ത് കറന്ന് നടക്കുന്ന ഈസ്റ്റ് സെല്ലുകൾ ഈ തേനിൽ വരും. അങ്ങനെ വന്ന തേൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഈസ്റ്റ് ചേർന്നുകൂടെ കുളിച്ച് വൈനായി. അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഈസ്റ്റ് സെല്ല് നശിക്കാനായിട്ട് ചൂടാക്കുന്നത്. അങ്ങനെ വേണം ചൂടാക്കി സൂക്ഷിക്കുമ്പോൾ ആ തേൻ പത വരില്ല. ചില തേൻ നമ്മൾ കുപ്പി തുറക്കുമ്പോൾ സോഡ തുറക്കുന്ന ഒരു സൗണ്ട് വരും. ചിലപ്പോൾ പതഞ്ഞ് മുകളിലിങ്ങനെ പത നിൽക്കും. നല്ല തേൻ എപ്പോഴും മുകളിൽ പത നിൽക്കില്ല. പത നിന്നാൽ അത് കുളിച്ച് പോയിരുന്നാണ്. പിന്നെ അതുപോലെ ഫ്രിഡ്ജിലും വെക്കരുത്. കണ്ടമാനം തേൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ തേനിലുള്ള ഗ്ലൂക്കോസ് കട്ടിയായിട്ട് ഗ്ലൂക്കോസ് താഴേക്ക് പോയി തേൻ പകുതിക്ക് കട്ടിയായി കിടക്കും, മുകളിൽ വെള്ളം പോലെയായി. ആ തേനും ചീത്തയൊന്നുമല്ല, നല്ല തേൻ തന്നെയാണ്. പക്ഷേ കണ്ടമാനം തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് താഴേക്ക് അടിഞ്ഞു. ആ തേന് പിന്നെ വെയിലത്ത് വയ്ക്കുക, അതിന് ചെറു ചൂടുവെള്ളത്തിൽ ഇറക്കി വയ്ക്കുക ചെയ്താൽ ആ ഗ്ലൂക്കോസ് അടിഞ്ഞിട്ട് വീണ്ടും പഴയപടിയാവും, വീണ്ടും കട്ടിയായിരിക്കും. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർക്കൊക്കെ ആവശ്യം ക്രീം ഹണി എന്നാണ് അതിന് പറയാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മളെപ്പോലെ ലിക്വിഡ് ഹണിയാണ് താല്പര്യം, ഐസ്ക്രീം പോലെ ഇരിക്കണം അവരുടെ തേൻ. അപ്പോൾ അവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചില തേൻ ഇങ്ങനെ പെട്ടെന്ന് കട്ടിയായിരിക്കും. ഗ്ലൂക്കോസിൻ്റെ അംശം ആ തേനിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ തേൻ വേഗം കട്ടിയാകാനും സാധ്യതയില്ല, കുറഞ്ഞു പോകും. അപ്പോൾ ചിലരൊക്കെ തോന്നും ഇത് പഞ്ചസാരയാണ് അടിക്കിടക്കുന്നത്, ഇത് മായമാണെന്ന് കരുതും. പക്ഷേ മായമല്ല, നല്ല തേൻ കട്ടിയാകണം എന്ന് പറയും. ഇത് തണുപ്പ് കൂടിയ കട്ടിയായിരിക്കും ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുക. അതുകൊണ്ട് തേൻ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കട്ടിയായ തേൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കട്ടിയുള്ളത് മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടെ നൈസാക്കി പൊടിച്ചിട്ട് നല്ല തേനിൽ പാൽ ഉറയൊഴിക്കുന്ന പോലെ ഇത് നല്ല തേൻ ഒഴിച്ച് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്, അതിലിട്ട് തേൻ നന്നായി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഐസ്ക്രീം പോലെയാവും. പിന്നെ സ്പൂണുകൊണ്ട് എടുക്കാം. അവരുടെ ഭക്ഷണ രീതി റൊട്ടിയും ചപ്പാത്തിയും പോലെയുള്ള കട്ടിയുള്ള സാധനങ്ങളായിക്കോട്ടെ. അത് പിന്നെ കരണ്ടി കത്തിയിലെടുത്ത് തേക്കണ ഭാഗത്തു നിന്നാണ് നിൽക്കാൻ. അപ്പോൾ അത് ക്രീം പണിയാണ് അവർക്ക് കൂടുതൽ ആവശ്യം. അത് തേനിൽ പല രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാം. ഈ ഉണങ്ങിയ പഴങ്ങൾ കടയിൽ 30-35 ഉണങ്ങിയ പഴങ്ങൾ കിട്ടും. ആ ഉണങ്ങിയ പഴങ്ങളൊക്കെ വാങ്ങി കുപ്പിയിലാക്കി അത് നിറയെ നല്ല ശുദ്ധമായ തേൻ ഒഴിച്ചിട്ട് മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡയറക്റ്റായിട്ട് തേൻ കൊടുക്കുന്നതിനേക്കാളും ഒരു 10-20 രൂപ കൂടുതൽ കൊടുക്കാൻ പറ്റും. ചെറിയ കുപ്പികൾ തേൻ ഒഴിച്ചിട്ട് ഉണങ്ങിയ പഴങ്ങൾ ഉണങ്ങിയ മുന്തിരി കിട്ടും, ബദാം കിട്ടും, അണ്ടിപ്പരിപ്പ് ഇടാം, കപ്പലണ്ടി ഇടാം, അത്തിപ്പഴം, കുറേ ഉണങ്ങിയ പഴങ്ങൾ കിട്ടുന്നുണ്ട്. 30-40 പഴങ്ങൾ ഉണങ്ങിയ പഴങ്ങൾ മാർക്കറ്റ് കിട്ടും. അതൊക്കെ നമ്മൾ കുപ്പിയിലിട്ട് വെച്ച് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ ഈന്തപ്പഴമൊക്കെ തേനിട്ട് കൊടുത്താൽ ഇരുമ്പിൻ്റെ അംശം കുറവുള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ്. പിന്നെ പൂമ്പൊടി ശേഖരിക്കാം. നമ്മുടെ ഈ പെട്ടിയിൽ പൂമ്പൊടി ശേഖരിക്കാൻ പറ്റില്ല. വിറ്റാമിൻ പൂമ്പൊടി ശേഖരിക്കുക. അതിന് ചെറിയ പൂമ്പൊടി രാവിലെയാണ് കൂടുതൽ ഈച്ചകൾ പൂമ്പൊടി കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്ന സമയത്ത് ചെറിയൊരു കെണിയുണ്ട്. ഇങ്ങനെ ഒരു കെണി വയ്ക്കും തേനീച്ചപ്പെട്ടിയുടെ ഫ്രണ്ടിൽ. കെണി വയ്ക്കുമ്പോൾ ഈ ചെറിയ തുളയിൽ കൂടെ ഈച്ചകൾ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ കാലിലുള്ള പൂമ്പൊടി അവിടെ കൊഴിഞ്ഞു പോകും. ഇതെടുത്ത് ഉണക്കി മാർക്കറ്റിൽ കിട്ടും. പ്രോട്ടീൻ്റെ ചെറിയ കുട്ടികൾ പ്രോട്ടീൻ്റെ
കുറവുണ്ടെങ്കിൽ ഈ പൂമ്പൊടി കുറച്ച് തേനിൽ ചാലിച്ചിട്ട് നാട്ടിൽ തേച്ച് കൊടുത്താൽ ആ പ്രോട്ടീൻ്റെ കുറവ് നടത്താൻ ഞങ്ങൾ ചെയ്യാം. അങ്ങനെ ചെറിയൊരു കെണി ഈ കാണുന്ന പൂമ്പൊടിയായി ഒരു കാലത്തേക്ക് കൊണ്ടുവരുന്ന പൂമ്പൊടിയാണ് ഈ ഓരോ മണിയായിട്ട് കിടക്കുന്നത്. അങ്ങനെ പൂമ്പൊടി ശേഖരിച്ചാൽ മതി. പിന്നെ ഞങ്ങൾക്ക് തേൻ നെല്ലിക്ക ഉണ്ടാക്കാം, തേൻ വെളുത്തുള്ളി, തേൻ ഇഞ്ചി, അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമുക്ക് തേൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ തലയിലൊക്കെ താരനൊക്കെ വരുന്നത് ചെറുനാരങ്ങയുടെ നീരും തേനും ചേർത്ത് തലയിൽ തേക്കുകയാണെങ്കിൽ താരന് വളരെ നല്ലതാണ്. നമ്മൾ വിചാരിക്കും ഈ തേൻ തേച്ചാൽ മുടി നരച്ചു പോകും, കേട്ടിട്ടുണ്ടോ? തേൻ തേച്ചാൽ മുടി നരയ്ക്കുന്നത് കേട്ടിട്ടുണ്ടോ? അത് നരയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തേനിനെ പറ്റി കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തേൻ ഈ പഞ്ചസാര കയ്യിൽ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനത്തെ റബ്ബറിൻ്റെ ചിരട്ടയാണ്, വെച്ചാൽ മറിഞ്ഞു പോകുമല്ലോ. മറിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെ ചൂടാക്കിയിട്ട് ആദ്യം ചെറുതായിട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി ഇങ്ങനെ പാത്രം വെച്ചിട്ട് ഇതിനെ കളിക്കാൻ വേണ്ടിയാണ്. ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഉള്ളിൽ പോകും. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വെച്ചാലും മറിഞ്ഞു പോകില്ല. പെട്ടെന്ന് പഞ്ചസാര കൊടുക്കാൻ എളുപ്പമാണ്. അതിങ്ങനെ ഒരു ചിരട്ട എടുക്കണം. ഈ ചിരട്ടയിൽ ഇങ്ങനെ അടിയിൽ ഒരു പഴയ കഷ്ണം സ്ക്രൂ ചെയ്ത് നോക്കിയിട്ട് വെച്ചാൽ ഈ വെട്ടിക്കകത്ത് വെച്ചാൽ നമ്മൾ ഇരുന്നോളൂ. അപ്പോൾ തേനില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ പഞ്ചസാര ലൈൻ കൊടുക്കുക മഴക്കാലം. അപ്പോൾ തേനീച്ചകൾ തേനുണ്ടാക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല. പശു പാലുണ്ടാക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ അതെല്ലാം കത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കത്തുവാണെങ്കിൽ പോലും നമ്മൾ അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു പശു ഒരു 10 ലിറ്റർ പാൽ കിട്ടുകയാണെങ്കിൽ 2 ലിറ്റർ കുട്ടിക്ക് വേണ്ട. ആ കുട്ടിക്കുള്ള 2 ലിറ്റർ കൊടുത്ത് 8 ലിറ്റർ കറന്നെടുക്കുന്ന പോലെയാണ് തേനീച്ചകൾ. നമ്മുടെ റബ്ബറിലൊക്കെ തേനിന് കണ്ടമാനം ഉത്പാദിപ്പിച്ച് വരുമ്പോൾ ഈ കണ്ടമാനം തേൻ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇതിൽ 4 ഫ്രെയിമിൻ്റെ വെക്കുള്ളൂ. നിങ്ങൾ എത്ര ഫ്രെയിം വെക്കും? 6 വെക്കേണ്ട, 4 വെച്ചാൽ മതി. 6 വെച്ച് കഴിഞ്ഞാൽ തേനയുടെ വളരെ കുറഞ്ഞു പോകും. തേനയുടെ ഇത്ര കട്ടിയുണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഗുണമുണ്ട്. അതിൻ്റെ ഒരു ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്. 6 ഫ്രെയിം വെക്കുമ്പോൾ 6 ഫ്രെയിം വെക്കുമ്പോൾ അട ഇത്രയേ ഉള്ളൂ. അതിൽ തേൻ കുറച്ചേ കൊള്ളുന്നുണ്ട്. അതൊരു ദോഷവശം. പിന്നെ താഴെ കെട്ടിയിലെ റാണിക്ക് മുട്ടയിടാൻ സ്ഥലമില്ലെങ്കിൽ റാണീച്ച വന്ന് തേനറയിൽ മുട്ടയിടും. മനസ്സിലായില്ലേ? അപ്പോൾ മുകളിലൊരു 4 ഫ്രെയിം ഇടുകയാണെങ്കിൽ ഫ്രെയിം ദൂരെ കിടക്കും. ഓരോ തേനയുടെ ഇത്രയും കട്ടി വരും. ഇത്ര കട്ടി വരുമ്പോൾ തേനയുടെ നടുക്ക് ഒരു ചുമരാണല്ലോ, 2 തുളയും ഒന്നല്ലല്ലോ. കണ്ടിട്ടില്ലേ? ഒരു തേനയുടെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. നടുക്ക് ഒരു തടസ്സമാണ് ചുമര്. ഈ തുളയും ഒന്നല്ല, ഈ തടസ്സമുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ആഴത്തിലാണ് തേൻ കിടക്കുന്നത്. അപ്പോൾ തേനടക്ക് കട്ടി കൂടിയാൽ അവിടെയും ഒരു നല്ല വശമുണ്ട്, ദോഷവശമുണ്ട്. തേനടക്ക് കട്ടി കുറഞ്ഞു പോയാൽ അതിനകത്തുള്ള തേൻ നല്ല കട്ടിയുള്ള തേൻ കിട്ടും. എന്താ വെച്ചാൽ അതിലൂടെ ജലാംശം കുറയ്ക്കാൻ ഈച്ചകൾക്ക് എളുപ്പമുണ്ട്. കുറച്ച് തേനല്ലേ ഉള്ളൂ. അപ്പോൾ ഈച്ചകൾക്ക് ചിറകടിച്ച് അതിൻ്റെ ജലാംശം കുറയ്ക്കാൻ എളുപ്പമുണ്ട്. പക്ഷേ താഴെ മുട്ടയിടാൻ സ്ഥലം ഇല്ലെങ്കിൽ റാണീച്ച മുകളിൽ കയറി മുട്ടയിടും. അപ്പോൾ തേനെടുക്കുമ്പോൾ മുട്ടയും പുഴുക്കളൊക്കെ കയറി വരും. അങ്ങനെ ഒരു വശം. അതേസമയം വലിയ തേൻ നമ്മൾ ഫ്രെയിം കുറച്ചിട്ട് 4 ഫ്രെയിം വെച്ചുള്ളെങ്കിൽ ഓരോ തേനാണ് ഇത്രയും കട്ടിയുണ്ടാവും. 300-400 ഗ്രാം വരെയും ഒരെണ്ണത്തിൽ തേനുണ്ടാവും. ഒരു ഫ്രെയിമിൽ തന്നെ 400 ഗ്രാമാണ് തേനുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ തേൻ കൂടുതൽ കിടക്കുന്നത് കൊണ്ട് ആ തേനിൽ കുറച്ച് ജലാംശം കൂടുതലായിരിക്കും. അവർക്ക് ചിറകടിച്ചാലും അതിൻ്റെ ജലാംശം വറ്റിക്കാൻ കഴിയില്ല. അതൊരു വശം. രണ്ടാമത് റാണി തേനീച്ചക്ക് മുട്ടയിടാൻ കിട്ടില്ല. ഇത്രയും ആഴമുണ്ടെങ്കിൽ റാണീച്ച ആ ചിറക് വരയ്ക്കാൻ ഉള്ളിൽ പോകുള്ളൂ. ചിറക് കടന്ന് പോവില്ല. റാണി മുട്ടയിടാൻ പോകുമ്പോൾ ചിറകോട് കൂടിയല്ല പോകുക. ചിറക് പുറത്ത് വെച്ചിട്ട് റിവേഴ്സിൽ ചിറക് പുറത്തായിരിക്കും. റിവേഴ്സിലാണ് മുട്ടയിടാൻ പോവുക. ഈ മുട്ട അടയുടെ ഉള്ളിൽ കൊണ്ടുപോയി ഒട്ടിച്ച് വെക്കാം. വെറുതെ ഇടുകയല്ല, ഒട്ടിച്ച് വെക്കുക ചെയ്യാം. അപ്പോൾ ഈ തേനാടിക്ക് ആഴം കൂടുതലുണ്ടെങ്കിൽ ഈ റാണീച്ചയ്ക്ക് മുട്ടയിടാൻ കിട്ടില്ല. അപ്പോൾ അതിൽ തേൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജലാംശം കൂടുതലായിരിക്കും. ഈ അട എണ്ണം കൂടുതലാണെങ്കിൽ തേനട ചെറുതായിരിക്കും. നല്ല കട്ടിയുള്ള തേനുണ്ടാവും. പക്ഷേ റാണി മുട്ടയിടും. ഇങ്ങനെ ഒരു വശം ഈ ഫ്രെയിം കൂട്ടിയെടുക്കുന്നത് കൊണ്ട് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ഈ രണ്ടിലും